എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സേമിയ, കാഷ്യൂ, ഗ്രേറ്റഡ് ക്യാരറ്റ്, പച്ചമുളക്, വേപ്പില, ഇച്ചിരി ഇഞ്ചി, കടുക്, എണ്ണ, ഗീ, ഇത്രയുമാണ് വേണ്ടത്. ആദ്യമേ ഗ്യാസ് കത്തിക്കുക. പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം വെക്കുക. അതിലേക്ക് 1 സ്പൂൺ ഗീ ഇടുക. ഗീ ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ആ സേമിയ അതിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറ് മാറി വരുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണയൊഴിച്ച്, അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ഗീയും ഇട്ട്, ഗീയും എണ്ണയും ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക്, വേപ്പില, എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു കളറ് മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂവും അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കുക. അന്ന് വെച്ച് ഗോൾഡിഷ് ബ്രൗൺ അല്ല, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും നന്നായി ഇളക്കുക. പിന്നീട് ഒരു 2 ഗ്ലാസ് വെള്ളം, അത് നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവ് പോലെ ഇരിക്കും. നമ്മൾ എടുത്ത ആ സേമിയയുടെ ഒരു അളവിനേലും ഒരു ഇച്ചിരി കൂടി കൂടുതൽ വേണം എടുക്കാൻ, കാരണം അത് വെന്ത് വരണമല്ലോ, അതിന് വേണ്ടി. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിക്കോ, ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് അത് തിളച്ച് ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ കാണാൻ നന്നായിട്ട് അത് വെള്ളം വറ്റി സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നീട് ഒരിച്ചിരി പഞ്ചസാര അതിൻ്റെ പുറത്ത് തൂളിക്കൊടുത്ത ആ മധുരവും കുടിച്ച് വരുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടും. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആഹാരമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.